ഈ വ്ളോഗ് ശനിയാഴ്ച മുതൽ ഞായറാഴ്ച ഉച്ച വരെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കൂന്തലാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഈ കൂന്തൽ റോസ്റ്റ് ചെയ്യുന്നതും കുക്കറിലേക്കാണ്. അപ്പോൾ ഞാൻ കൂന്തൽ നന്നാക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു മീനുകളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഞാനത് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കും കാര്യം എൻ്റെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോളിപ്പോൾ 5ാം ക്ലാസ്സിലാണ്. അവൾക്ക് ഒത്തിരി സയൻസ് ഉണ്ട് ഇപ്പം. അതായത് ഒരു 3 സയൻസ്: മോറൽ സയൻസ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്. അതിൽ ബേസിക് സയൻസിൽ ഓരോ ഫുഡ് വെബുകളുണ്ട്. അതായത് ഓരോ ഇത്രയും ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സീരീസ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മോളെ കാണിക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് എടുത്തത് കേട്ടോ. അങ്ങനെ ഞാൻ കൂന്തലൊക്കെ നന്നാക്കി. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുമ്പിൽ സമയമില്ല. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണ് വെച്ചത്. 2 വിസിലടുക്കി കുക്കറിനകത്ത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ എയർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചോറ് എടുക്കാറ്. അപ്പോൾ സമയമില്ലെങ്കിൽ ഞാനിങ്ങനെ കുക്കറിലാണ് ചോറ് വെക്കാറുള്ളതെന്ന് ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കൂന്തൽ റോസ്റ്റ് ചെയ്യണത് കുക്കറിലാണ്. അതായത് ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ച് കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തത്. ഇവിടെ ചുമന്നുള്ളി അങ്ങനെ വാങ്ങിക്കാറില്ല, അതുകൊണ്ട് ചുമന്നുള്ളിക്ക് പകരം ഞാൻ സവാള ഇട്ട് കൊടുത്തത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ സവാളയും ഇതെല്ലാം ഇട്ട് വഴറ്റി പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വേഗം വഴറ്റി എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടോ. ഇതൊക്കെ ഒന്ന് പച്ചമുളക് മാറിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഓൾറെഡി കൂന്തലിൽ വെള്ളം ഇറങ്ങും, എന്നാലും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് 4 വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ് തുറന്നു കഴിയുമ്പം അതിൽ വെള്ളം ഒന്ന് പറ്റിക്കാനുണ്ട്. കുറച്ച് നേരം ഒന്ന് വെള്ളം പറ്റിച്ചെടുത്ത് കേട്ടോ. അതിലേക്ക് ഒരു ശകലം കുരുമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തേ. അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലഭാഗത്തെ വള്ളി പോലുള്ള ഭാഗങ്ങൾ ഞാൻ ഫ്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ചോറിന് അതായിരുന്നു സ്പെഷ്യലി. നെക്സ്റ്റ് വീഡിയോ കാണിക്കണത് ഞായറാഴ്ച രാവിലെ മുതലുള്ളതാണ്. കാരണം എൻ്റെ ഫോണിൽ മെമ്മറി ഫുള്ളാണ് കേട്ടോ. എന്നും വീഡിയോ എടുത്ത് വെക്കും, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ലാത്ത കാരണം എൻ്റെ ഫോൺ ഫുള്ളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കേണ്ടത് ഞായറാഴ്ച രാവിലത്തെയാണ്. ഞായറാഴ്ച രാവിലെ ജീരകവും ചുമന്നുള്ളിയൊക്കെ ഇട്ട് അരച്ച അപ്പമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല സൂര്യൻ തെളിഞ്ഞ് വരുന്നുണ്ടേ. അടുക്കള നിൽക്കുമ്പം ആ സൂര്യൻ നേരെ കിട്ടുന്നത് മുഖത്തേക്കാണ് കേട്ടോ. നമുക്ക് മുഖത്തേക്ക് സൂര്യൻ്റെ വെട്ടം അടിച്ചിട്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ഇത്ര വെയിലാണ് കണ്ണിലേക്ക് അടിക്കേണ്ടത്. അപ്പോൾ ഇതിന് കറി ഞാൻ മുട്ട റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, കടയിൽ നിന്ന് മുട്ടക്കറി വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കടയിൽ നിന്ന് മുട്ടക്കറി വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കി. പിന്നെ ചേട്ടയ്ക്ക് രാവിലെ എണീക്കുമ്പം കട്ടൻ കാപ്പി മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കട്ടൻ കാപ്പി ഉണ്ടാക്കി. അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ അപ്പം എന്ന് പറയുന്നത് ദോശ പോലെ ഒഴിച്ചിട്ട് അത് തിരിച്ചെടുത്തില്ല കേട്ടോ, ഇങ്ങനെ മൂടി വെക്കിയ പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അപ്പമാണ്. ഇതിന് കറി വേണമെന്നില്ല, പഞ്ചസാര കൂട്ടി അതിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊച്ചിന് 8:45 പള്ളി ചെല്ലേണ്ടതുകൊണ്ട് അവൾ 8:30 ആയപ്പോഴേക്കും അവൾക്ക് കഴിക്കാൻ കൊടുത്ത് അവളെ പള്ളിയിൽ കൊണ്ടാക്കി കേട്ടോ. ഇനി ഞങ്ങൾ ഒരു 8:45 ആകുമ്പോഴേക്കും ഞങ്ങൾ പള്ളിയിൽ പോകും കേട്ടോ. അങ്ങനെ പിന്നെ ദേ അപ്പമൊക്കെ കഴിച്ചു, ചായ കുടിച്ച് നേരെ പള്ളിയിലേക്ക്. രാവിലെ നല്ല വെയിലുള്ള കാരണം തുണിയെല്ലാം കഴുകി എല്ലാം വിരിച്ചിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്നത് ഈ ഫ്രണ്ടിലാണ്, അതുകൊണ്ടാണ് എല്ലാം ഈ ഫ്രണ്ടിൽ വിരിച്ചിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയിൽ 2 കപ്പാള ഉള്ളതിനകത്ത് ഒരു കപ്പേല മാതാവിൻ്റെയാണ്. അപ്പോൾ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മദിനമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പള്ളിയിലും ഇതുപോലെ ബലൂണും പൂക്കളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനകത്ത് ഒരു ബലൂൺ പൊട്ടിക്കിടന്നു. അപ്പോൾ അവൻ ആ ബലൂൺ വേണം പറഞ്ഞിട്ട് ആ ബലൂണും കൊണ്ട് ഒന്ന് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് 12 മണി ആയപ്പോഴേക്കും അഭിമോള് വേദപാഠം കഴിഞ്ഞെത്തി. അബിക്ക് ഈ ഫുഡ് വെബ് സീരീസ് ഉള്ള ഏത് സയൻസിലാണ്? സോഷ്യലാണോ ബേസിക് ആണോ? ബേസിക് ആണോ? ബേസിക് സയൻസിലെ ഈ സ്മോൾ ഫിഷസ് തിന്നുന്ന ഒരു വെബ് സീരീസ് ഇല്ലേ, അത് കാണണമെന്ന് താല്പര്യമുണ്ടോ? അത് കാണിച്ചാട്ടെ അമ്മ. സ്മോൾ ഫിഷസിനെ അതിൽ വലിയ ഫിഷസ് കഴിക്കണത്. അതിൻ്റെ ഒരു വീഡിയോ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടേ. കഴിഞ്ഞ ദിവസം കൂന്തൽ നോക്കിയപ്പോഴേ ആ കൂന്തലിൻ്റെ ഉള്ളിലേ കുറേ കുഞ്ഞു മീനുകളെ കിട്ടി. അപ്പം അമ്മ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മ കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ എടുത്തു പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാനും കാണിക്കാനും കാരണം അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഫിഷിനെ തന്നെ ഫിഷ് കഴിക്കുമെന്നൊക്കെ. അപ്പോൾ കുട്ടികൾ അവർ ഈ പഠിക്കണത് ഇങ്ങനെ അത് പിന്നെ റിയലായിട്ട് അവർ കാണുമ്പം അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവും ഒരു ഉറപ്പും കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേയിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ അയില ഇലയിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ അയില കറി വെച്ചതുകൊണ്ട് പിന്നെ 3 എടുത്ത് ഇലയിൽ പൊള്ളിക്കുകയും ചെയ്തു കേട്ടോ.
അപ്പോൾ ഞങ്ങൾ മീൻ കറി എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ പൊള്ളിച്ചത് കൂട്ടത്താണ് ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, മസാലയെ കൂട്ടി ഈ മീനും കൂട്ടി കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കറിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ അയില പൊള്ളിച്ചത് മാത്രം കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. എത്ര വലുതായാലും അമ്മമാർ വാരത്തിരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ആ കൈ കൊണ്ട് കഴിക്കുമ്പം ഒരു പ്രത്യേക സ്വാദാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ കെട്ടിയോ വാരത്തിനുമ്പോഴും. ഇതിപ്പോൾ എനിക്കും മക്കൾക്കും ചേട്ടയെ വാരത്തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.